ഹലോ! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആകെ മൊത്തം ക്ഷീണിച്ച് ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അടി മുതൽ മുടി വരെ എന്ന് പറയൂലെ, അതേപോലെ പണിയിട്ടിരിക്കുകയാണ് കേട്ടോ. മുഖത്താണെങ്കിലും ചുണ്ടിലാണെങ്കിലും ഹെയർ ആണെങ്കിലും ബോഡി ആണെങ്കിലും മൊത്തത്തിൽ പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ കാണുന്നത്. മടിയുണ്ടോയെന്ന് ചോദിച്ചാൽ മടിയുണ്ട്. പക്ഷേ എന്തായാലും റെഡിയാക്കി എടുത്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് മടീനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഹെയർ ഓയിൽ ചെയ്യാന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലാണ് ചെയ്യുന്നത്. പക്ഷേ മുടി മൊത്തത്തിൽ കുടുങ്ങി കെട്ടിപ്പിടിച്ച് ജട പിടിച്ച് ആകെ മൊത്തം അലമ്പായി നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറേശ്ശെ മുടിയൊക്കെ എടുത്ത് മുടിയിലെ കെട്ട് മൊത്തം പോക്കിയിട്ടേ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാസ്റ്റാക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹെയർ മേലെ കെട്ടി വെച്ചു. അതിനുശേഷം ഞാനിവിടെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണ്. ഒരു കാൽ ഭാഗം നമ്മുടെ ബീട്രൂട്ട് ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉലുവ അത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്താലും മതി. പിന്നെ എടുക്കുന്നത് അലോവേരയാണ്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല ക്രീമി ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ഞാനിവിടെ പൊടിച്ച് വെച്ച ഉലുവയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം അതൊന്ന് അടിഞ്ഞ് നല്ല ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും കുഴപ്പമില്ല. ഉലുവയുടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഹെയറിൽ സ്കാൽപ്പിൽ മൊത്തത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉലുവയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടും ഡാമേജ് ആയിട്ടുള്ള ഹെയറിനെ ഒന്ന് റീപ്ലേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. പിന്നെ താരൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കറ്റാർവാഴയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മളിത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് പാറും കേട്ടോ. ഞാനത് മുൻപ് ചെയ്തിട്ടുള്ളത് കാരണമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ട് മറ്റേ ഭാഗത്തും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ബീറ്റ്റൂട്ടിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് പൊട്ടുന്നത്, അതായത് മുടി പൊട്ടുന്നത്, പിന്നെ ഡ്രൈ ഹെയറിനെ താരനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെയറിൻ്റെ പോഴ്സസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള വിറ്റമിൻ സി, ഇ ഒക്കെ നമ്മുടെ ഈ ഒരു ബീറ്റ്റൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. കരോട്ടീനൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പോഷകങ്ങളൊക്കെ ഹെയറിലേക്ക് നന്നായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. അകാല നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. രണ്ടാമതായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊരു നമ്മുടെ ഗോൾഡൻ ഓയിലാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ കളറോ അല്ലെങ്കിൽ സ്മെല്ലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഫുൾ ബോഡിയിൽ, ഫേസിലും ഫുൾ ബോഡിയിലൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ അത് ഫുൾ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ടാന് വന്നിട്ടുണ്ട്, കയ്യിലാണെങ്കിലും ഒക്കെ ടാന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിക്സാണ് റെഡിയാക്കുന്നത്. തക്കാളി എടുത്തിട്ടുണ്ട്, ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. തക്കാളിക്ക് അറിയാലോ, നമുക്ക് സ്കിന്നിനൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനി ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി സ്ക്രബും കൂടി കൊടുത്തിട്ട് ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ച് വരാം കേട്ടോ. ടാ! അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുടി ഞാൻ കെട്ടി വെക്കും. അതായത് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ തുണിയില്ലേ, ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ കുറച്ച് നേരം അങ്ങനെ വെക്കും, ആ വെള്ളം ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം വെയിലത്ത്, അതായത് ഭയങ്കരമായിട്ടുള്ള നട്ടപ്പൊരി വെയിലത്ത് പോയി നിൽക്കുകയല്ല, ചെറിയൊരു വെയിലത്ത് പോയി നിന്നിട്ട് മുടി ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമല്ലോ, അങ്ങനെ ആക്കും കേട്ടോ. ആ സമയത്ത് മുടിയിലുള്ള കെട്ട്, ജടയും കാര്യങ്ങളൊക്കെ
പോക്കും, മുടി ഒക്കെ ഒന്ന് വേർതിരിച്ചൊന്ന് സെറ്റാക്കി വെക്കും. പിന്നെ ബാക്കിയുള്ള വെള്ളം അങ്ങനെ ഊർന്നങ്ങ് പൊക്കോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിന്നി വെക്കുമല്ലോ, ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പിന്നി വെക്കുക. അങ്ങനെ അത് ചെയ്ത് മുടി അഴിച്ചിട്ടിട്ട് അങ്ങനെ ഉണക്കൂട്ടോ. അപ്പോൾ ഏകദേശം പുറമെ ഇവിടേക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഉള്ളിൽ ചെറുതായിട്ടൊരു നനവുണ്ട്, അതങ്ങനെ സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് തന്നെ മുഖത്ത് ഈ സ്കിന്ന് ഇവിടെ ഇങ്ങനെ പീൽ ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. അതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യമായിട്ട് ചുണ്ടില്ലേ, ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ വിരൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയ 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 എന്താ പറയുക, ചെറിയ ഉണ്ണൽ പോലെ ചെറിയ ചെറിയ കുരു പോലെ ഈ ചുണ്ടിൻ്റെ ഇവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്കിന്ന് പീൽ ചെയ്യുന്നതും ചുണ്ടിൻ്റെ ഇവിടെ ഇത് വന്നതൊക്കെ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. ആദ്യം ഉള്ളതല്ല, പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ലോങ് യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ. അത് കോഴിക്കോട് കണ്ണൂർ വരെ പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ യാത്ര തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് 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 മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള യാത്രയാണ് ആഫ്റ്റർ ഇപ്പോഴും കേട്ടോ. അതായത് പല പല കാര്യങ്ങളും പഠിക്കാനും അതേപോലെ തന്നെ പല ആളുകളെ പരിചയപ്പെടാനും പല സംഭവങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നതുമായിട്ടുള്ള ഒരു അടിപൊളി കല്യാണമായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞ് പോയത്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോക്കലി നമ്മുടെ നാട്ടിലെ ബസ്സല്ലേ, അതിൽ കയറി കല്യാണ വീട്ടിലേക്കുള്ള യാത്ര അടിപൊളിയായിരുന്നു. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ സംസാരിച്ച് ഏതോ കുന്നിൻ്റെ മേലെത്തിപ്പോയി. അതായത് കല്യാണ വീട്ടിൽ എത്തിയില്ല, നമ്മൾ വേറെ എവിടെയോ എത്തിപ്പോയി. പിന്നെ അവിടുന്ന് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെ വിളിച്ച് എങ്ങനെയാ വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ച്, അപ്പോഴത്തേക്ക് സമയം വൈകുകയാണല്ലോ, നമുക്ക് കണ്ണൂർ എത്തണ്ടേ, ഒരുപാട് ദൂരെ യാത്രയാണുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കണ്ണൂരേക്ക് പറയുമ്പോൾ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ട്രാവലാണ്. അപ്പോൾ അത് കാരണം നേരം വൈകുകയാണ്. അപ്പോൾ നമ്മൾ ആ കുന്നിൻ്റെ മേലെ നിന്ന് തിരിച്ച് വീണ്ടും താഴെ വന്നിട്ട് വീണ്ടും കല്യാണ വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു, കല്യാണം ഇറങ്ങി വീട്ടിൽ നിന്ന് ഓൾറെഡി, അത് നിങ്ങളിനി വണ്ടി നിർത്തിയ സ്ഥലമുണ്ട് അവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടേക്ക് നടന്നു. ഒരുപാട് ദൂരം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. രാവിലെ തന്നെ ഫുള്ള് ചുറ്റലിലായിരുന്നു. ഞങ്ങൾ ഒരു റൗണ്ട് എന്തായാലും ഞങ്ങൾ ചുറ്റിയിട്ട് വന്നിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ആ ഒരു തണുപ്പും കാര്യങ്ങളും, പിന്നെ രാവിലത്തെ ആ ഉദിപ്പ്, സൂര്യൻ്റെ ആ ഉദിപ്പും വെയിലും കൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ പണിയായി പോയിട്ടുള്ളൊരു കല്യാണമായിരുന്നു. പിന്നെ ലോങ് ട്രാവൽ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അവിടെ വെതറിൻ്റെതും വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും ഈ സ്കിന്ന് പീൽ ചെയ്യുന്നതും ഈ ലിപ്പിൻ്റെ ഇവിടെ വന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഫേസ് ഓൾറെഡി വാഷ് ചെയ്താൽ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഓയിൽ മസാജ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇടണം. പിന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ, ലിപ്പ് കെയർ, ലിപ്പിൻ്റെ ഇവിടെ ആ സംഭവം ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ, നമ്മളൊരു ഹെയർ ഓയിൽ ചെയ്തു, ഹെയർ പാക്ക് ഇട്ടു, ബോഡി ഓയിൽ ഇട്ടു, പിന്നെ അതേപോലെ തന്നെ ഒരു സ്ക്രബ് കൊടുത്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഏകദേശം ഫുൾ ബോഡി ഒക്കെ ഓക്കെ ആയിട്ടോ. ആ ടാനും കാര്യങ്ങളൊക്കെ മാറി, ഡെഡ് സെല്ല് ഒക്കെ പോയപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് പൊക്കി കെട്ടി മേലേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കാര്യം നമുക്ക് ചെയ്യാം. അത് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഫേസിലുണ്ടാവുന്ന ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടും റിങ്കിൾസ് മാറാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സംഭവം, സെയിം സാധനം തന്നെയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, ഫേസ് ബ്രൈറ്റ് ആവുകയും അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ഹെഡ്സ് പോവുകയും പിന്നെ ഡ്രൈ ആയിട്ടുള്ള ആ ഏരിയ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും കൂടി ചെയ്തതിനോണ്ട് ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേലെ ഐക്കാർട്ടിൽ അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ സ്ക്രീനിലൊക്കെ ഞാൻ ആ വീഡിയോ കൊടുക്കാം. ഞാൻ വിചാരിക്കുന്നു ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക എന്ന്. എന്തായാലും ഞാൻ കൊടുക്കാം കേട്ടോ, അത് കണ്ടു നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ എന്തിനാ കാണിച്ചാൽ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കാണിക്കുന്നില്ല. ഇതാണ് സാധനം. അപ്പോൾ ഇത് ഞാൻ
ഫേസിലിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ മുൻപേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണത്. നിങ്ങൾ എന്തായാലും കണ്ട് നോക്കണം കേട്ടോ, ഫുൾ വീഡിയോ. എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ എവിടെയാണോ ഉള്ളത് ആ ഏരിയ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. സ്കിന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടാനൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അത് കാരണം സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിട്ടിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കുകയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല അടിപൊളിയായിട്ടുള്ള പാട്ട് കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. അപ്പോൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് അറിയോ, ഇതൊരു വല്ലാതെ ഡ്രൈ ആവുന്നവരെ വെക്കുന്നില്ല. പകരം ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ സാധനം ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഞാൻ സ്ക്രബും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓൾറെഡി ഇതിൽ ഗ്രാനുവൽസ് ഉണ്ട്, നമ്മുടെ ഓട്സിൻ്റെയും സിനമൻ്റെയും ഒക്കെ. അപ്പോൾ അത് കാരണം ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ണിന് ചുറ്റും ചെറുതായിട്ട് കറുപ്പ നിറമൊക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യം കൂടി അപ്പം നമുക്ക് ചെയ്യാം അല്ലേ. കണ്ണിൻ്റെ ചുറ്റും ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് വരുന്നുണ്ട് കണ്ണിൻ്റെ ചുറ്റും. അപ്പോൾ നമുക്കൊരു അണ്ടർ ഐ ക്രീമും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യണം കേട്ടോ. പെട്ടെന്നാണ് കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ തോന്നുന്നത്, എന്ത് ചെയ്യാനാണ്, സാരല്ല. അപ്പോൾ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് നനച്ചതിന് ശേഷം മാത്രമേ ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് ഉണങ്ങിപ്പോയി ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഡെഡ് സെല്ലൊക്കെ അങ്ങോട്ട് റിമൂവ് ആയി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കഴുകിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് തുടക്കട്ടെ കേട്ടോ. അപ്പോൾ ഫേസൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെൽ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് അറിയോ, ഫേസ് ഓൾറെഡി നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഡെഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓയിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അത് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം കയ്യിൽ കുറച്ച് എടുത്തതിന് ശേഷം 2-3 ഡ്രോപ്സ് എടുത്തതിന് ശേഷം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെയ്ഡ് റോളറാണ് കേട്ടോ. ഇത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ആ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്വാഷയും കൂടി കിട്ടുന്നുണ്ട്. അത് ഞാൻ വേറെ കാണിക്കാം കേട്ടോ. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ട്, കാരണം ഇതിനെപ്പറ്റി പറയാൻ കുറേ തന്നെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ഭാഗവും മാറ്റി ഞാൻ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല സുഖമാണ് ഇത് വെച്ച് നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് മാത്രമല്ല നല്ലൊരു തണുപ്പും കൂടിയാണ് കേട്ടോ. ഇത് നാച്ചുറൽ സ്റ്റോൺ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതേപോലത്തെ തണുപ്പാണ് ഈ ഒരു സാധനത്തിന്. അപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പാക്കൊക്കെ ഫേസിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഗോൾഡൻ ഓയിൽ വെച്ചിട്ട് ഒന്ന് മസാജും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കണ്ടോ. അത് ഓയിൽ ആയതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ഈ ഗോൾഡൻ ഓയിൽ അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത കാര്യം എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് അറിയണ്ടേ. ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാട്ടോ, ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സംഭവം. ഇതാണ്, ഇത് നമ്മൾ ലിപ്പിലേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സ്ക്രബാണ്. നമ്മുടെ സ്കിന്നിൽ ഞാൻ പറഞ്ഞില്ലേ ചുണ്ടിൻ്റെ മേലേക്ക് ചെറിയ ചെറിയ തരി പോലെ എന്തോ ഉണ്ട് എന്നുള്ളത്, അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന
പിന്നെ അത് മാത്രമല്ല ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതേപോലെ തന്നെ ഡെഡ് സെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ വെള്ളം കുടി കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക എന്നാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പോഴേക്കും ഞാനിതൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് മസാജൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിപ് കെയറിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യം റെഡിയാക്കാം. പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി, വിറ്റമിൻ ഇ ഓയിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുന്നിരിക്കുന്നൊരു ബെറ്റർ ആയിട്ടുണ്ടാവുക. ഈ ഡെഡ് സെല്ലൊക്കെ ഉള്ള ആളുകളുണ്ടാവുമല്ലോ, പിന്നെ അത് മാത്രമല്ല ചുണ്ട് പൊട്ടുന്ന പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് അടിപൊളിയാണ്. അതായത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ വോയിസ് ഓവറും എടുക്കുന്നത്. ഇന്നലെ ചെയ്തു. ഇന്നത്തേക്ക് എൻ്റെ ചുണ്ടിൻ്റെ മേലെയുള്ള ചെറിയ ചെറിയ ഉണലെന്ന് പറയില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കേട്ടോ. എൻ്റെ ചുണ്ടിൻ്റെ മേലെയുള്ള ആ സംഭവം പോകാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുണ്ടിൽ നമ്മൾ എന്താ പറയുക, ലിപ് കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്രബ് ഇല്ലാതെ നമ്മുടെ തേനും നമ്മുടെ വിറ്റാമിൻ ഇയും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുണ്ടിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇത് ചുണ്ടിൻ്റെ ഡിസ്കളറേഷനൊക്കെ ഇല്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ലിപ്പ് ഒന്ന് ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ തന്നെ ഈ പൊട്ടുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, എന്തിനാ ഞാൻ ഈ കണ്ണാടി പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ചുണ്ട് പൊട്ടുന്ന സ്കിന്ന് പീൽ ചെയ്ത് പോകുന്ന ആ ഒരു പ്രശ്നമില്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ ചുറ്റും ഒരു കറുപ്പ് കളർ പോലെ വരുന്നുണ്ട് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് എം കഫേൻ്റെ ഒരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഗ്രീൻ ടീൻ്റെ ആണ്. വിറ്റമിൻ സി 1.5% ഉണ്ട്. കഫീൻ ആണെങ്കിൽ 3% ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ പർപ്പിൾ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പ്രൈസ് വന്നിട്ട് എത്രയാ? പ്രൈസ് വന്നിട്ട് 25 രൂപ അല്ലേ? പ്രൈസ് വന്നിട്ട് 25 രൂപയാണ്. 375 രൂപയാണ്, മനസ്സിലാവുന്നില്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രൈസ് വന്നിട്ട് ഇത് ഗ്രീൻ ടീയുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പാണ്. 15 ml പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കേട്ടോ, ഒരു ട്യൂബ് ആണ് സംഭവം, കണ്ടോ? ട്യൂബാണ്. നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ പ്രൊഡക്റ്റ് ഇങ്ങനെ തമ്പത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ഒരു ഡ്രോപ്പ് വരെയും ഒരു ഡ്രോപ്പ് കണ്ണിൻ്റെ അടിയിലും, അതേപോലെ ഒരു ഡ്രോപ്പ് ഞാൻ കണ്ണിൻ്റെ ഉള്ളിലാവരുത് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നതിനോണ്ടാണ് ഞാനിങ്ങനെ തന്നെ ആക്കിയത്. കണ്ണിൻ്റെ ഉള്ളിൽ തെറിക്കൊന്നും ചെയ്യരുത്, കയ്യിലാക്കിയിട്ട് എടുത്താൽ മതി. ഇങ്ങനെ റിസ്ക് എടുക്കണ്ട. ഓക്കെ, കണ്ണിൻ്റെ നമുക്ക് റിംഗ് ഫിംഗർ വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. 2 കൈ കൊണ്ട് ഇങ്ങനെ ആക്കാവുന്നേ ഉള്ളൂ. ഞാൻ മിറർ പിടിച്ചതിനോണ്ടാണ് കേട്ടോ ഒരു കൈ കൊണ്ടാക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് സ്ക്രീൻ നോക്കി ചെയ്യാമല്ലോ. ഓക്കെ, വളരെ എന്താ പറയുക, സ്ലോ ആയിട്ട് വേണം നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് കേട്ടോ. ഫാസ്റ്റായിട്ട് തിരക്ക് പിടിച്ച് ചെയ്യരുത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും, കണ്ണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് നോർമൽ പ്രഷറിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ കണ്ണിന് ചുറ്റും. കണ്ണിൻ്റെ എന്താ പറയുക, ചുറ്റുള്ള ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ
വ്രിങ്കിൾസ് മാറാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. ജസ്റ്റ് 2 ഡ്രോപ്സ്, 1 ഡ്രോപ്പ് ഇവിടെ 1 ഡ്രോപ്പ് ഇവിടെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക മസാജ് ചെയ്യുക. ഗ്രീൻ ടീൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇതിന് വരുന്നത്. വിറ്റമിൻ സിയും 1.5% ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താ, സൺലൈറ്റ് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയും. ഞാൻ ഈ ബോക്സ് തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അതേപോലെ കുട്ടികളുടെ കയ്യിൽ പെടാതെ നോക്കുക. പിന്നെ എക്സ്റ്റേണൽ യൂസ് ഓൺലി ആണ്. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഐസ് കേട്ടോ, കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ജെൻറ്റിലായിട്ട് എമൗണ്ട് എടുക്കുക. യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ അല്ലേ. പിന്നെ എന്തുവാ, ക്രീം റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഷേക്ക് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്താ പറയുക, നമ്മുടെ ആഫ്റ്റർ മാരേജ് സ്കിൻ കെയർ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സോറി ഗൈസ്, ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഹെയർ ഒന്ന് കോംബ് ചെയ്യുക. കോംബ് ചെയ്തിട്ട് ഒന്ന് മേലെ കെട്ടി വെക്കുക. ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്കൊക്കെ പോകണമല്ലോ അല്ലേ. അപ്പം ഞാൻ മുടി ഒന്ന് ചീക്കിയിട്ട് ഇട്ട് വെക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെയർ ഒന്ന് ചീകിയിട്ട് അതിലെ ജടയും കാര്യങ്ങളൊക്കെ പോക്കിയതാണ്. എന്നാലും ഇങ്ങനെയൊന്ന് ആക്കിയതിന് ശേഷം ഞാൻ ഹെയർ ഒന്ന് മേലേക്ക് പൊക്കി കെട്ടി വെക്കുന്നുണ്ട്. ഇത് ഡെയിലി ബേസിസിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് കിടക്കുന്നതൊക്കെ വളരെയധികം മുടിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്തായാലും കിടന്നുറങ്ങുന്നതിൻ്റെ മുൻപായിട്ട് മുടിയിലെ ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ അവിടെയല്ല കെട്ടി വെക്കാറ്, കുറച്ചുകൂടി മേലേക്കാണ് കെട്ടി വെക്കുക. ഈ മഹർഷിമാരൊക്കെ ഉണ്ടാകുമല്ലോ, അതേപോലെ മുടി മേലേക്ക് കെട്ടി വെച്ചാൽ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഫ്റ്റർ മാരേജ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ മുടിയൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് എൻ്റെ ബാക്കി പരിപാടികളിലേക്ക് പോകാനുണ്ട്. ഓക്കെ, അപ്പം കണ്ടോ ഫേസിൽ നമ്മൾ ആ ഒരു ഓയിൽ ഇട്ടപ്പോൾ തന്നെ ഫേസ് നല്ല ഗ്ലോവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഗോൾഡൻ ഓയിലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം. പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് തരില്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സ്കിന്നിലുള്ള ടാനും കാര്യങ്ങളൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ട്. ഡെഡ് സെല്ലൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിപ്പിലുള്ള പ്രശ്നം എന്താ പറയുക പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിലോ ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ആ ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.